നിധിയെ നഷ്ടപ്പെട്ട് സുധീഷ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, സുധീഷ് കാരണം തന്നെ നിധി സുധീഷിനെ വെറുക്കുന്നത് നമുക്ക് ഇന്നത്തെ കഥയിൽ കാണാനായിട്ട് കഴിയും. സുധീഷ് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടമൊക്കെ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സുധീഷ് ചെയ്ത കള്ളത്തരകളും നുണകളും ചതികളും നിധിയെ വല്ലാതെ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്, വേദനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിധിയാണെങ്കിൽ സുധീഷിനോട് കുത്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ എന്തൊക്കെ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട്, സത്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞ് സുധീഷിനൊരു അവസരം നിധി കൊടുക്കുന്നുണ്ട്. പക്ഷേ സുധീഷാണെങ്കിൽ താൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ഇതിൽ നിൽക്കുമ്പോൾ നിധി പൊട്ടിത്തെറിച്ചുകൊണ്ട്, നീ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോടാ, നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി നീ എന്നെ തളച്ചിട്ടല്ലോടാ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നിധി, നീ എന്തൊക്കെ പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കുന്നു. അപ്പോൾ നിധി പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊക്കെ സുധീഷിനോട് വ്യക്തമാക്കുമ്പോൾ സുധീഷ് ആകെ തകർന്നു പോകുന്നുണ്ട്. ഇതേ സമയം ഒരുപാട് ന്യായീകരണങ്ങൾ നിധിക്ക് മുൻപിലേക്ക് സുധീഷ് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ട് നിധി ഒരുക്കമല്ല എന്ന് കാണാം. എന്നെ അങ്ങനെയൊന്നും മണ്ടിയാക്കാനും വിശ്വസിപ്പിക്കാനുമായിട്ട് നോക്കേണ്ട, നിങ്ങൾ പറയുന്ന നുണയൊന്നും കേട്ട് ഞാനിനി നിങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, ഞാനോ ഒരു മണ്ടി, നീ ഇത്രയും വലിയ നുണയനെ വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ നിൻ്റെ നന്മയെ ലക്ഷ്യമിട്ടാണ് ഇതെല്ലാം ചെയ്തത്, വിവാഹം കഴിച്ചില്ലെങ്കിൽ അവർ നിന്നെ പിടിച്ചുകൊണ്ട് പോയേനെ, അപ്പോൾ ഈ ഫ്രീഡോ ഈ ജോലിയോ ഒന്നും നിനക്ക് ചെയ്യാനായിട്ട് കഴിയില്ല, അവർ നിന്നെ വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചതിനെ വിവാഹം നടത്തി എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അതായിരുന്നു ഇതിനേക്കാളും ഭേദം. എന്തായാലും ഞാൻ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട്, ആ തീരുമാനത്തിൽ തന്നെ നിൽക്കുകയുമാണ്. ഞാൻ ഏറ്റവും എടുത്ത തീരുമാനം എന്നത് നിങ്ങളെ ഉപേക്ഷിക്കുക എന്നതാണ്, ഈ ബന്ധം വേർപിരിയുക എന്നതാണ്. ഇനി മേലിൽ ഈ അടുപ്പവും വെച്ചുകൊണ്ട് എൻ്റെ കൺമുൻപിൽ പോലും വരരുത്, എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ്, അറപ്പാണ് എന്ന് നിധി പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നിധി അവിടെ നിന്ന് പോകുന്നു. തകർന്നു പോകുന്ന സുധീഷ്, ആകെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്ന സുധീഷ് പറയുന്നതൊന്നും നിധി കണക്കിലെടുക്കുന്നില്ല. എങ്ങനെ കണക്കിലെടുക്കാനായിട്ട് സാധിക്കും? നിരവധി കള്ളം പറഞ്ഞ് ഒടുവിൽ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിലനിൽക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിധിയും അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ രണ്ടാളും രണ്ട് സമയത്ത് വീട്ടിലേക്ക് ചെന്നെത്തുമ്പോൾ വളരെയധികം സങ്കടം നിറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ വീട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും.